ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് നിങ്ങൾ ഈ 3 ദിവസമായിട്ട് ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മാധ്യമങ്ങൾ നിരാശരാവേണ്ടി വരും. നിങ്ങൾ വൈകുന്നേരം ഈ യോഗം കഴിഞ്ഞിട്ട് വരാം. ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് സജീവാംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത്? 15 കൊല്ലമായി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ ഡി മുരളീധരൻ രാജ്യസഭാ അംഗമായതിനെ തുടർന്ന് ഏറെയാണ് ആക്ഷേപങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ഈ രീതിയിലുള്ള ചവറ് വാർത്തകളുമായിട്ടാണ് രാവിലെ ഒരു ചവറ് ഇതില് ചവറ് വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസം അങ്ങനെ പറഞ്ഞു ഒഴിയുന്നത് എങ്ങനെയാ? പാലക്കാട് വലിയ തോൽവി ഉണ്ടായിട്ട് അത് ചർച്ച ഉണ്ടാവില്ല. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 15 സീറ്റാണ്. നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്തില്ല. അത് പറയുന്നുണ്ട്. ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പി. നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. അല്ല